പാറ ഇട്ടടിക്കുന്നത് പോലെയാണ് ഈ മത്സ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള മത്സ്യമാണ്. ഓരോ മീനും ഇവരുടെ കയ്യിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ആ ഒരു ഫ്രഷ്നെസ്. ഫിഷ് മുഴുവൻ നമ്മൾ ടണലിൽ കയറ്റിയതിന് ശേഷം ഫ്രീസിംഗ് നടത്തും. ഇനി ഈ ബാഗിനകത്ത് ആക്കിയതിന് ശേഷം അവരത് സ്റ്റിച്ച് ചെയ്ത് നല്ല പ്രോപ്പർ പാക്കിംഗ് ഒക്കെ ആക്കി. F0 എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ തോപ്പുംപടിയിലുള്ളത്. ഇത് നിങ്ങൾ കാണുന്നില്ലേ, എന്തായി കിടക്കുന്നത് നിങ്ങൾ നോക്കിയേ. ഈ മത്സ്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടും വളരെ ക്വാളിറ്റിയോടും കൂടിയിട്ടാണ് ഈ മത്സ്യങ്ങളൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പിടിച്ചു നിൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത്രയും വെയിറ്റ് വരുന്നുണ്ട് ഈ ഓരോ മത്സ്യവും. ഇതെങ്ങനെയാണ് ഇവിടെ പ്രോസസ് ചെയ്ത് എടുക്കുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ കേരള സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന മത്സ്യഫെഡിനാണ് ഈ ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റ് വരുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കാം. പ്ലാന്റിന്റെ ടെക്നോളജിസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണപ്രിയ ഇപ്പൊ മുന്നിലുള്ളത്. കൃഷ്ണപ്രിയ, ഞാനിവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് മത്സ്യങ്ങളാണ്. മത്സ്യങ്ങൾ മറ്റുള്ള രാജ്യത്തേക്ക് നിങ്ങൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്, അത് ഫ്രീസ് ചെയ്തിട്ടല്ലേ. അപ്പം ഇതിന്റെ ഒക്കെ രീതി എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് പ്രോജക്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് പോവാം. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിന് ഇന്ത്യയിൽ നിന്നും നമുക്ക് അപ്രൂവൽ തരുന്നത് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ ഏജൻസി എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയാണ്. ആ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയുടെ അപ്രൂവലുള്ള ഒരു സ്ഥാപനമാണ് മത്സ്യഫെഡ് ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റ്. നമുക്ക് യൂറോപ്യൻ യൂണിയൻ കൺട്രീസിൽ വരെ മത്സ്യം കയറ്റി അയക്കാനായിട്ടുള്ള അനുമതിയുണ്ട്. നമ്മൾ ഫിഷ് പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല മെത്തേഡുകളുണ്ട്. നമ്മൾ അച്ചാറിട്ട് സൂക്ഷിക്കും, ഡ്രൈ ചെയ്ത് സൂക്ഷിക്കാം. അതുപോലത്തെ ഒരു മെത്തേഡാണ് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചറാണ് മെയിനായിട്ട് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. -18 ആണ് ഒരു ഫ്രീസ് ചെയ്ത ഒരു മത്സ്യത്തിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടാവുക. ഇനി നമുക്ക് പ്രോസസ്സിങ് കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ മത്സ്യം വന്നിട്ടുണ്ട്. റെഫ്രിജറേറ്റർ കണ്ടെയ്നറലൈസ് ചെയ്ത മത്സ്യമാണ്. ഇവിടെ വന്ന ഈ മത്സ്യം നമ്മളിപ്പോൾ ആദ്യം തന്നെ വേ ചെയ്യും. അതുപോലെ തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഐസ് കളയും. അതിനുശേഷം അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് നടക്കും. ടെമ്പറേച്ചർ മെയിനായിട്ട് ഇവിടെ വെച്ച് നോക്കും. കാരണം ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും മീൻ അപ്പോൾ തന്നെ ചീത്തയായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഗ്രേഡിങ്ങും ഓരോ രാജ്യത്തേക്കും ഓരോ നമ്മുടെ ബയേഴ്സ് പറയും ഇത്ര കിലോ മുതൽ ഇത്ര കിലോ വരും. ഇതിപ്പോൾ ചൂരയാണ് വന്നിരിക്കുന്നത്, വരയൻ ചൂര. ഇതിപ്പോൾ 5 കിലോയുടെ ഒക്കെ മീനൊക്കെ ഉണ്ടാവും ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഇവിടെ ചേച്ചിമാരും എല്ലാവരും നല്ല രീതിയിൽ വാഷ് ചെയ്താണ് എല്ലാ മീനുകളും തന്നെ പോകുന്നത്. ഇനി നമ്മൾ നേരെ ടണലിലേക്കാണ് പോകുന്നത്. ടണൽ അതായത് മെയിൻ നമ്മുടെ പ്രോസസ്സ് ഫ്രീസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ്. അതിന് വേണ്ടിയിട്ട് ടണലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഹുക്കുണ്ട്. ആ ഹുക്കിൽ ഹാങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓരോ ഫിഷും പ്രത്യേകം ടാഗ് ചെയ്യണം. ഈ ഓരോ പ്രത്യേകം ടാഗ് ചെയ്തതിന് ശേഷം നേരെ ടണലിലേക്ക് കൊണ്ടുപോകും. ആ ടണലിൽ ഈ വന്ന ഫിഷ് മുഴുവനും ഏകദേശം ഒരു 5 to 10 ഒക്കെ ഡെയിലി നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഓരോ ടണലിലേക്കും കയറ്റാനുണ്ടാവും. ഫിഷ് മുഴുവൻ നമ്മൾ ടണലിൽ കയറ്റിയതിന് ശേഷം ഫ്രീസിംഗ് നടത്തും. ഒരു ദിവസം നമുക്ക് 2 ടണലുണ്ട് ഇവിടെ. ഒരു 10 ടൺ കപ്പാസിറ്റിയും ഒരു 7 ടൺ കപ്പാസിറ്റിയും ഉള്ളത്. രണ്ടും കൂടെ ഒരു 17 ടൺ നമുക്ക് 2 ഷിഫ്റ്റിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര സമയം വരെ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം? നോർമലി നമ്മൾ ടൈം പറയുന്നത് ഒരു 5 to 6 hours ആണ്. ആസ് പെർ മീനിൻ്റെ സൈസ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 5 ടൺ ആണെങ്കിൽ ആ 5 hours തന്നെ നമുക്ക് ഫ്രീസ് ആയി കിട്ടും. ചിലപ്പോൾ ഒരു 8 ടണ്ണൊക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടൈം കുറച്ചുകൂടെ കൂടുതലെടുക്കും. ഫ്രീസ് ചെയ്ത മീൻ ഇപ്പം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കി കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് തന്നെ അവർ വേ ചെയ്യും. ആ വേ ചെയ്ത് ആ ഗ്രേഡിങ് അനുസരിച്ചിട്ട് പാക്ക് ചെയ്യും. ആ പാക്കിങ്ങിൽ നമ്മളിപ്പോൾ എത്ര വെയിറ്റ് ആണ്, ഓരോ ബാഗ് എത്രയാണ്, ബാഗ് നമ്പർ എത്രയാണ് സൈസ്, ആ ഒരു ഇതെല്ലാം തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അപ്രൂവൽ നമ്പറൊക്കെ ഉണ്ട്. അതുമെല്ലാം നമ്മുടെ ബാഗിനകത്തുണ്ടാവും. ഇനി ഈ ബാഗിനകത്ത് ആക്കിയതിന് ശേഷം അവരത് സ്റ്റിച്ച് ചെയ്ത് നല്ല പ്രോപ്പർ പാക്കിംഗ് ഒക്കെ ആക്കി സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഈ ഇന്ന് പാക്ക് ചെയ്ത മത്സ്യം അതിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്ത് ഇവിടെ തന്നെയുള്ള ഇൻഹൗസ് ലബോറട്ടറിയിൽ ക്വാളിറ്റി ചെക്കിങ്ങിന് പോകും. അതെ. അത് ഈയുടെ റിക്വയർമെൻറ്റ് പ്രകാരം യൂസിലും എല്ലാ എക്സ്പോർട്ടിംഗ് പ്ലാന്റിലും ഉള്ളതാണ്. നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്വാളിറ്റി ചെക്ക്, അത് മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ മത്സ്യം ഒരു 6 ദിവസം ഇവിടെ വയ്ക്കേണ്ടി വരും. കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ ഒരു ടെസ്റ്റ് അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 6 ദിവസം എടുക്കും. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 29 ടൺ നമ്മളിവിടെ ഇങ്ങനെ കീപ്പ് ചെയ്യും. അതിനുശേഷമാണ് പിന്നെ എക്സ്പോർട്ട് വിങ്ങിൽ ഓരോ രാജ്യത്തിൻ്റെയും റിക്വയർമെൻറ്റ് അനുസരിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് വന്നേക്കുന്ന പർച്ചേസ് ഓർഡറും അനുസരിച്ചിട്ട് കണ്ടെയ്നർ വിളിക്കുന്നു. അതിന് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ ഒരു സെക്ഷൻ തന്നെയുണ്ട്. അതും ഇതുപോലെ തന്നെ കുറേ പ്രോസസ്സിംഗ് ഉള്ളതാണ്. അപ്പോൾ അതിൽ ആ സെക്ഷനിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ ഇത് നിങ്ങൾ ചെയ്യുന്നത് ഇത് വലിയ മത്സ്യങ്ങളാണ് കയറ്റി അയക്കുന്നത്. അതെല്ലാം നിങ്ങൾ പീസായിട്ടൊക്കെ മത്സ്യങ്ങൾ ചെയ്യുന്നുണ്ടോ? പീസായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഡൊമസ്റ്റിക് ആണ്. അത് മത്സ്യഫെഡിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും കേരള ഇങ്ങോളം ഇവിടെ നിന്നാണ് സ്ലൈസായിട്ട് ഫിഷ് പോകുന്നത്. അങ്ങനെയുള്ള ഫിഷുകൾ നമുക്ക് മത്സ്യഫെഡിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും അതുപോലെ തന്നെ ഫ്രാഞ്ചൈസി ഷോപ്പുകളിലും പിന്നെ നമ്മളുടെ ഇവിടെ നിന്ന് തന്നെ പോകുന്നുണ്ട്. 2-3 വണ്ടികൾ പോകുന്നുണ്ട് മൊബൈൽ യൂണിറ്റുകളായിട്ട്. അതാണ് നമ്മൾ ഈ മത്സ്യഫെഡിന്റെ സ്റ്റാളുകൾ കാണുന്നത് അല്ലേ? ഇവിടുന്ന് പോകുന്നത്.
ഇതേ ക്വാളിറ്റി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇതേ ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതെ ഓഫ് കോഴ്സ് അത് ഈ എക്സ്പോർട്ട് ക്വാളിറ്റി ഫിഷ് തന്നെയാണ് നമ്മൾ അതിന് എടുക്കുന്നത്. സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ലതൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ വിൽക്കുന്ന പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ അതേ സെയിം ക്വാളിറ്റി തന്നെ സെയിം പാരാമീറ്റേഴ്സ് തന്നെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ഈയുടെ അപ്രൂവൽ ഉള്ളതാണ് ഇവിടെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അവരുടെ കുറേ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് എല്ലാം പാലിച്ചാലേ നമുക്ക് ആ ഒരു അപ്രൂവൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതിനകത്തൊന്നാണ് നമുക്ക് ഒരു ഐസ് പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് എല്ലാ എക്സ്പോർട്ടിംഗ് പ്ലാന്റിനും വേണം എന്നാണ്, ഫ്ലേക്കേസ് യൂണിറ്റ്. ആ ഫ്ലേക്കേസ് യൂണിറ്റും ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട്. അതിനൊരു 15 മെട്രിക് ടൺ കപ്പാസിറ്റി ഉണ്ട്. അത് പെർ ഡേ നമുക്ക് 15 ടൺ നമുക്ക് ഉണ്ടാക്കാം. ഈ ഐസ് എന്തിനാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്? മെയിൻ ആയിട്ട് ഇപ്പോൾ ഗ്ലേസ് വാട്ടർ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് കുറച്ച് മീൻ അധികം വന്നെന്ന് വെച്ചു, 17 ടണ്ണാണല്ലോ നമുക്ക് കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ആ മീൻ ആയാലും നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഐസ് യൂസ് ചെയ്തിട്ടല്ല ഇവിടെ ചിൽ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 25 മെട്രിക് ടൺ ഒരു ചിൽ റൂം ഉണ്ട്. ആ ചിൽ റൂമിലും നമ്മൾ ഈ ഐസ് ഉപയോഗിച്ചിട്ടാണ്. ഈ പ്ലാന്റിന്റെ എഞ്ചിനീയറിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന റെഫ്രിജറേഷൻ സൂപ്പർവൈസർ ആയിട്ടുള്ള സുനിൽകുമാർ സാർ ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. സാറേ, ഈ ഒരു പ്ലാന്റ് വലിയ രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ശ്രദ്ധ എന്തായാലും കൊടുക്കേണ്ട ആവശ്യം കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ വരുന്നത്? ഈ ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ റെഫ്രിജറേഷൻ പ്ലാന്റ്. ഈ റെഫ്രിജറേഷൻ പ്ലാന്റിൻ്റെ പ്രവർത്തനം മൂലമാണ് ഈ കോൾഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ ഫ്രീസറുകൾ, ഐസ് പ്ലാന്റ് മുതലായവയെല്ലാം പ്രവർത്തിപ്പിച്ചു വരുന്നത്. അതിന് കോൾഡ് സ്റ്റോറേജിൽ 150 ടണ്ണിൻ്റെ 4 കോൾഡ് സ്റ്റോറേജുകളും -20 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഫ്രീസറുകൾ -40 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പ്രവർത്തിക്കുന്നു. 3 ഷിഫ്റ്റുകളിലായി ഏകദേശം 6ഓളം റെഫ്രിജറേഷൻ മെക്കാനിക്കുകളാണ് ഈ പ്ലാന്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് കിർലോസ്കറിൻ്റെ 6 കംപ്രസറുകളാണ്. ആയവ ഉപയോഗിച്ചിട്ടാണ് 24 അവേഴ്സ് നിർത്താതെ തന്നെ പ്രവർത്തിപ്പിച്ചു വരികയാണ് ചെയ്യുന്നത്. മത്സ്യഫെഡിൻ്റെ കീഴിലുള്ള പ്രധാന വാണിജ്യ സ്ഥാപനമാണ് മത്സ്യഫെഡ് ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റ്. പ്ലാന്റ് 1985-ൽ കേരള ഫിഷറീസ് കോർപ്പറേഷനിൽ നിന്നും ഏറ്റെടുത്തതിന് ശേഷം പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തുകയും അതിനുശേഷം നമ്മൾ 1999 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് കീഴിലുള്ള ഏക സ്ഥാപനമാണ് മത്സ്യഫെഡ് ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റ്. പ്രധാനമായും നമ്മൾ കയറ്റി അയക്കുന്ന മത്സ്യങ്ങൾ ട്യൂണ, കൂന്തൽ, കണവ, ചെമ്മീൻ എന്നിവയാണ്. ഇത് നമ്മൾ അയക്കുന്ന വിദേശ രാജ്യങ്ങൾ ട്യൂണീഷ്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ചൈന, കൊറിയ ഈ വിദേശ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായും നമ്മൾ ഈ മത്സ്യം, ചെമ്മീൻ എന്നിവ കയറ്റി അയക്കുന്നത്. നമുക്കിപ്പോൾ സർക്കാരിൻ്റെ ധനസഹായത്തോടു കൂടിയുള്ള ഒരു പുനരുദ്ധാരണ പ്രവൃത്തി ആരംഭിക്കാനിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളും മത്സ്യ ഇനങ്ങളും കയറ്റുമതി ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാന്റിൽ 150 ടൺ ശേഷിയുള്ള 4 കോൾഡ് സ്റ്റോറേജ്, കൂടാതെ 2 ടണൽ ഫ്രീസർ, ഒരു പ്ലേറ്റ് ഫ്രീസർ, 2 ചിൽ റൂം, നമുക്കൊരു ഫ്ലേക്ക് ഐസ് യൂണിറ്റ്, അതുപോലെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു ലബോറട്ടറി എന്നീ സൗകര്യങ്ങളോട് കൂടിയതാണ് ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റ്. പ്ലാന്റിന് കയറ്റുമതിക്കുള്ള അനുമതി 2000-ൽ ലഭിക്കുകയും അതിനുശേഷം 2010-ൽ നമുക്ക് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതിക്കുള്ള അനുമതി ലഭിക്കുകയും യൂറോപ്യൻ യൂണിയൻ അതുപോലെ അല്ലാത്ത രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി തുടർച്ചയായി നടത്തി വരികയും ചെയ്യുന്നുണ്ട്. കയറ്റുമതി കൂടാതെ ശീതീകരിച്ച മത്സ്യവിപണനം നടത്തി വരുന്നുണ്ട്. പ്രധാനമായും അത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും ഇടുക്കി ജില്ലയിലെ പ്രദേശങ്ങളിലുമാണ് ഈ 2 ശീതീകരിച്ച വാഹനങ്ങളിലായിട്ട് ശീതീകരിച്ച മത്സ്യവില്പന നടത്തി വരുന്നത്. പ്ലാന്റിൻ്റെ മറ്റൊരു പ്രവർത്തന മേഖല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനമാണ്. ചെമ്മീൻ അച്ചാർ, കൂന്തൽ അച്ചാർ, മത്സ്യ അച്ചാർ, കൂടാതെ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് എന്നീ 2 വിഭാഗങ്ങളിലായി ചെമ്മീൻ ഫ്രൈ, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഫിഷ് ഫ്രൈ മസാല, കറിക്കൂട്ടുകളായി ചില്ലി കറി മിക്സ്, ഫിഷ് കറി മിക്സ് എന്നീ ഉൽപ്പന്നങ്ങളും നമ്മുടെ അംഗീകൃത ഔട്ട്ലെറ്റുകളിലൂടെയും നമ്മുടെ ഫിഷ് മാർട്ടുകളിലൂടെയും വിൽപ്പന നടത്തി വരുന്നു. ഇത്രയാണ് മത്സ്യഫെഡ് ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റ് വിശേഷങ്ങൾ. അടിപൊളി കാഴ്ചകളല്ലേ? വലിയ സൈസ് മത്സ്യങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് പല രാജ്യങ്ങളിലേക്കും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ശ്രദ്ധ നമ്മൾ കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം മത്സ്യം എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളത്. പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഫ്രീസ് ചെയ്തിട്ടൊക്കെ പല രീതിയിലുള്ള പ്രോസസ്സും കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യം മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.